31ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ അവൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബോന്തിത വരികയാണ്. അപ്പോൾ ബോന്തിത ആണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ഞെട്ടാണ്. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ടെലിഫോൺ എന്താണെന്നോ അതിൻ്റെ ഉപയോഗം എന്താണെന്നോ ഒന്നും അവൾക്കറിയില്ല. അപ്പോൾ അവിടേക്ക് സൗദാമിനി വരും. അപ്പോൾ സൗദാമിനിയോട് അവൾ പറയാണ്, ഇത് എന്തപ്പോൾ ഇയാൾ കാണിക്കുന്നത്, ഇതിപ്പോൾ പ്രാന്തായി എന്നാണ് തോന്നുന്നത്, തന്നെ നിന്ന് സംസാരിക്കുകയാണല്ലോ, ഒരു കളിപ്പാട്ടം പോലത്തെ സാധനം കയ്യിൽ പിടിച്ചിട്ട് ഇതെന്താ ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണമെന്ന് ബോന്തിത സൗദാമിനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സൗദാമിനി പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ പേരാണ് ടെലിഫോൺ എന്നാണ്, അത് നമുക്ക് എത്ര ദൂരമുള്ള ആൾക്കാരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ബോന്തിത പറയാണ്, ഇതിപ്പോൾ എൻ്റെ അമ്മേനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ വീടിൻ്റെ പുറത്താണെങ്കിലും ഇനി വീടിൻ്റെ അകത്തേക്ക് വിളിച്ചല്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്ര അകലുള്ള ആളിനെ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയൊരു കളിപ്പാട്ടം പോലത്തെ സാധനത്തിൽ കൂടെ സംസാരിക്കാമെന്ന് ബോന്തിത ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ബോന്തിത പറയാണ്, ഇത് ഉണ്ടല്ലോ, ഇത് ഒരു മാജിക് ബോക്സ് ആണ്, മാജിക് ബോക്സ് പോലെയാണ് എനിക്ക് തോന്നണതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ ഫോൺ വിളി കഴിയണതും അവിടേക്ക് ത്രിലോചൻ വരികയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കാക്കാനാണ് ഞാൻ അവരുടെ നാട്ടുകാരുടെ മുമ്പിൽ നിന്നൊന്നും പറയാണ്ടിരുന്നത്, നീ ചെയ്തത് ഒരിക്കലും ശരിയായിട്ടില്ല, നിൻ്റെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കണോടത്ത് ചീത്ത പറയാനോടത്ത് നീ ചെയ്തത് അവൾക്ക് സപ്പോർട്ട് നിൽക്കുകയാണ് ചെയ്തത്, അതൊരിക്കലും ശരിയായില്ല. റോയ് ചൗധരി ഫാമിലിത്തെ നിൻ്റെ ഭാര്യ ഇവിടെ പുഴയിൽ ആൾക്കാർ കുളിക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് എടുത്ത് ഓടണത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാന്നിങ്ങനെ അനിരുദ്ധിനോട് ത്രിലോചൻ ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ അപ്പോഴാണ് ആലോചിക്കുന്നത് ബോന്തിത എന്തിനാവും പുഴയിൽ പോയിട്ടുണ്ടാവുക എന്ന്. എന്നിട്ട് അവനിങ്ങനെ ബോന്തിതയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ പുഴയിലേക്ക് പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത പറയാണ്, ഞാൻ കുളിക്കാനോ പോയത്, അല്ലാണ്ട് ഞാൻ വേറെ എന്തിനാ പോവുക, പുഴയ്ക്ക് എല്ലാവരും കുളിക്കാൻ തന്നെയല്ലേ പോവുക, വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ കുളിക്കാനെന്ന് പറയും. അപ്പോൾ അനിരുദ്ധ പറയാണ്, പിന്നെ ഈ ബാത്റൂമൊക്കെ എന്തിനാ, വീട്ടിലെ ബാത്റൂം ഉള്ളപ്പോൾ നീ എന്തിനാ പുഴയ്ക്ക് പോകണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ബോന്തിത ഈ ബാത്റൂം എന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവൾ ബാത്റൂം അതെന്താ സാധനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ബാത്റൂം നീ എന്താ അനിരുദ്ധ, നീ ഇങ്ങനെ, നീ ഇപ്പോൾ വലിയ മറ്റേ ലണ്ടനിക്കൊക്കെ പോയപ്പോൾ നീ വലിയ ആളായി, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ തന്നെ ഒരു ബാത്റൂം കൊടുന്നിട്ട് നീ ശരിക്കും ഒരു പാപാണ് ചെയ്യുന്നത്. ആദ്യം നീയൊക്കെ ഒരു പുഴയിൽ പോയിട്ട് തന്നെയല്ലേ ചെറുപ്പത്തിൽ കുളിച്ചായിരുന്നു, ഇപ്പോഴാണ് നീ ബക്കറ്റിൽ കിടന്ന് കുളിക്കണമെന്നൊക്കെ ഇങ്ങനെ ത്രിലോചൻ പറയാണ്. അപ്പോൾ അനിരുദ്ധ പറയാണ്, ഞാൻ ബക്കറ്റിലൊന്നല്ല കുളിക്കുന്നത്, ഞാൻ ബാത്ത് ടബിലാണ് കുളിക്കുക, അതിന് ബാത്ത് ടബ് എന്നാണ് പറയാമെന്നിങ്ങനെ അനിരുദ്ധ പറയുന്നു. അപ്പം എന്ത് ബാത്ത് ടബ് എന്നല്ല, അത് ശരിക്കും ബക്കറ്റാണ്, ഇപ്പോൾ കിടന്ന് കുളിക്കലല്ലേ നിൻ്റെ പണി, ഇപ്പോൾ നിനക്ക് ലണ്ടനിൽ പോയപ്പോൾ നീ ആളാകെ മാറി, വീട്ടിൽ തന്നെ ഒരു ബാത്റൂം വെച്ചിട്ട് ശരിക്കും പാപാണ് ചെയ്യുന്നത്, ശരിക്കും നമ്മുടെ വീട്ടിലൊരു അമ്പലം ഉള്ളതല്ലേ, ഇതൊക്കെ ചെയ്യുന്നത് ഒരു പാപാണെന്ന് ത്രിലോചൻ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ്, നിൻ്റെ ഭാര്യ ഈ വീട്ടിലത്തെ രീതികളൊക്കെ പാലിക്കാൻ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്യട്ടെ, അവൾ പോയിട്ട് പുഴയിൽ പോയിട്ട് കുളിക്കട്ടെ, അതിനിപ്പോൾ എന്താ തെറ്റ്, അവൾ ബാത്റൂമിൽ കുളിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്, അവൾക്ക് ഈ രീതികളൊക്കെ അനുസരിക്കണമെന്നാണെങ്കിൽ അവൾ ചെയ്യട്ടെ, നീ എന്തിനാ അത് വിലക്കണമെന്ന് ത്രിലോചൻ അവനോട് പറഞ്ഞിട്ട് ബോന്തിതയോട് പറയാണ്, മോളെ ഇനി മുതൽ നീ പുഴയിൽ തന്നെ പോയി കുളിച്ചോ, പക്ഷേ നീ ഒരിക്കലും വികൃതി കാട്ടരുത്, അവിടെ കുളിക്കാൻ വരുന്നവരുടെ ഡ്രസ്സൊന്നും എടുത്ത് ഓടാൻ പാടില്ല, നിനക്ക് രീതികളൊക്കെ പാലിക്കണം എന്നാണെങ്കിൽ നീ അത് പാലിക്കുക, നീ പോയിട്ട് പുഴയിൽ പോയി കുളിക്കുന്നിങ്ങനെ ത്രിലോചൻ പറയാണ്. അപ്പോൾ അനിരുദ്ധ ചോദിക്കുകയാണ്, വീട്ടിലത്തെ പുരുഷന്മാർക്ക് അവിടുത്തെ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുവെച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പറ്റാത്തതെന്നിങ്ങനെ ത്രിലോചനോട് ചോദിക്കുകയാണ്. അപ്പോൾ ത്രിലോചൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. അനിരുദ്ധ ആണെങ്കിൽ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ബോന്തിതനെ ഇനി മുതൽ പുഴയ്ക്ക് വിടില്ല എന്നുള്ള തീരുമാനത്തിൽ. ബോന്തിത ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഇനി എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഞാനിപ്പോൾ പുഴയ്ക്ക് പോകാണ്ടിരുന്നാൽ എൻ്റെ ഡ്രസ്സൊക്കെ ആരെ കഴുകി തരിക, നനഞ്ഞ ഡ്രസ്സൊക്കെ സമ്പൂർണ്ണ ചേച്ചിയല്ലേ കഴുകി തരാറ്, ഇനിയിപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ, ഞാൻ ബാത്റൂമിൽ കുളിക്കൽ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം അനിരുദ്ധ ഉറച്ച തീരുമാനത്തിൽ പറയാണ്, നീ ഇനി മുതൽ ഇവിടെ തന്നെ കുളിക്കാൻ പാടുള്ളൂ, നീ പുറത്തേക്ക് പോകാനേ പാടില്ല, പുഴയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ത്രിലോചൻ പറയാണ്, മോളെ നീ അനിരുദ്ധ പറയണതും കേൾക്കണ്ട, നീ നാളെ മുതൽ പുഴയ്ക്ക് തന്നെ പൊക്കോ എന്ന് പറയും. അപ്പോൾ അനിരുദ്ധ അവിടെ നിന്ന് വിളിച്ച് പറയാണ്, നീ പോയാൽ എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം ഇപ്പം കാണുന്ന സ്വഭാവം അല്ലാവുക, നീ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. വെച്ച് ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ബോന്തിതനാണ്. ബോന്തിതനാണെങ്കിൽ ഒരു പാത്രം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി മുതൽ ഞാൻ എന്താ ചെയ്യുക, പുഴയ്ക്ക് ഇനി പോകാൻ പറ്റില്ലല്ലോ. പത്തിബാബു ആണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ എന്നെ തല്ലാനൊക്കെ എന്നെ തല്ലൊക്കെ ചെയ്യുന്നൊക്കെ അവളിങ്ങനെ ഒന്ന് പറയണം. അപ്പോഴാണ് അവിടെ ഒരു വടി ഇങ്ങനെ കൊടുന്നിടുന്നത്, അത് ബട്ടൂക്കാണ് ഇടുന്നത്. എന്നിട്ട് ബട്ടൂക്ക് അവളോട് ചോദിക്കുകയാണ്, ഇത് ആരെ വടിയാണെന്നറിയോ, ഇതെൻ്റെ ചേട്ടൻ്റെ വടിയാണ്, ചേട്ടന് നല്ല ദേഷ്യം വന്നാൽ നല്ല അടിക്കൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളിനെ ആ വടി കാണിച്ചിട്ട് നല്ല പേടിപ്പിക്കുകയാണ് അനിരുദ്ധ ഇങ്ങനെ
നന്നായി അവളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബട്ടൂക്ക് അവിടുന്ന് പോവാണ്. അപ്പോൾ ബട്ടൂക്ക് പോയപ്പോൾ ബോന്തിത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് ആരോട് പറയാം, എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്തെങ്കിലും വഴി പറഞ്ഞു തന്നിരുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് സൗദാമിനി പറഞ്ഞതൊക്കെ ഓർമ്മ വരിക. ഒരു ടെലിഫോൺ ഉണ്ട്, ആ ടെലിഫോണിൽ നമ്മൾ എത്രയും ദൂരമുള്ള ആൾക്കാരോട് നന്നായി സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബോന്ത് ഇങ്ങനെ പെട്ടെന്ന് പറയണ മാജിക് ബോക്സ്, അതിൻ്റെ ഉള്ളിൽ കൂടെ സംസാരിച്ച് എൻ്റെ അമ്മ കേൾക്കുമല്ലോ, അപ്പോൾ അതിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോവാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തെത്തിയിട്ട് അവളത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ എന്ന് വർത്താനം പറയാണ്. അമ്മോട് സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയാണ്, അമ്മ ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്, എൻ്റെ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ ആകെ നാണം കേടും ഞാൻ, അപ്പോൾ എന്താ ഞാനമ്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരയണമൊക്കെ ഉണ്ട് ഇടയ്ക്ക്, അങ്ങനെ സങ്കടം പറഞ്ഞിട്ട് കരയാണ്. ഇനി എന്തായാലും എനിക്ക് പുഴയ്ക്ക് പോകേണ്ടി വരും, അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യുക, ആകെ നനഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ, എനിക്ക് കഴുകാനും പറ്റില്ലല്ലോ അമ്മ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഒന്ന് കരയാണ്. ഇതൊക്കെ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ സൗദാമിനി കേൾക്കുന്നുണ്ടാവും. അപ്പോൾ സൗദാമിനിക്ക് മനസ്സിലാവാണ്, അവളിങ്ങനെ ബെഡിൽ ഇങ്ങനെ മൂത്രമൊഴിച്ച് വെക്കുന്ന കാര്യമൊക്കെ അവൾക്കും ഇങ്ങനെ മനസ്സിലാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് സൗദാമിനി ബോന്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അവളെ തൊടുമ്പോൾ ആകെ ഞെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സൗദാമിനി അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും അറിയുന്നുള്ള രീതിയിൽ അവളാകെ ഞെട്ടി നിൽക്കുകയാണ്. സൗദാമിനി ഇങ്ങനെ അവളോട് ചോദിക്കുകയാണ്, നീ ഇത്ര 8 വയസ്സായിട്ട് നീ ഇങ്ങനെ ഇപ്പോഴും ബെഡിൽ ഇങ്ങനെ മൂത്രമൊഴിച്ച് വയ്ക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ അവളുടെ സങ്കടം പറയാണ്, ഞാൻ മൂത്രം വയ്ക്കാറുണ്ട്, അപ്പം എല്ലാവരും അറിയാണ്ട് ഞാൻ മറച്ച് വെക്കുകയാണ് ചെയ്യലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നല്ല സങ്കടം പറയാണ് അവളോടും. പിന്നെ സൗദാമിനി അവർ പറയണത് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോന്തിതനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നത്, സമ്പൂർണ്ണനെ അവിടെ ദുഷ്ടത്തിയായിട്ടുള്ള ആ രണ്ടാനമ്മ ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ് അവരുടെ റൂമിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവിടേക്ക് ആ പാവമ്മ വരുന്നത്. അപ്പോൾ ആ പാവം ഇങ്ങനെ അവളെ പിടിച്ചിട്ട് നല്ല ദേഷ്യത്തിൽ ആ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വലിച്ചൂരുന്നുണ്ട്. ഇതൊക്കെ ഈ ദുഷ്ടത്തിയായ സ്ത്രീ പറഞ്ഞിട്ടാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ആദ്യം എൻ്റെ മകൻ്റെ അടുത്തേക്ക് അയച്ചത് ഞാൻ തന്നെയല്ലേ, ഇത് നിൻ്റെ വീട്ടുകാർ 5 ആടുകളെ സ്ത്രീധനായിട്ട് തരാമെന്ന് വാക്ക് തന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ നിന്നെ ആ റൂമിലേക്ക് വിട്ടത്, പക്ഷേ ഇന്ന് നിന്നെ അങ്ങനെ വിടാൻ പോകുന്നില്ല, അപ്പോൾ നീ ഇനി മുതൽ ഇവിടെ കിടന്നാൽ മതി, അപ്പോൾ ഇനി മുതൽ അത് കിട്ടണ വരെ നീ ഇവിടെ കിടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമൊക്കെ ഇങ്ങനെ നിന്ന് നല്ല കരയുന്നുണ്ട്. അപ്പോൾ ആ ദുഷ്ടത്തി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നന്നായി അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ എന്താ നീ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഇത് എൻ്റെ മോനാണ്, എൻ്റെ മോൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കണമെന്നൊക്കെ ഈ പാവമ്മ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പാവമ്മയുടെ അഭിനയമാണ്, മറ്റാളുടെയും അഭിനയം തന്നെയാണ്. സൗദാമിനി ബോന്തിതനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൗദാമിനി അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്, അപ്പോൾ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ സൗദാമിനി ഓരോന്നിങ്ങനെ ചോദിച്ചറിയാണ്. അപ്പോൾ ബോന്തിത എല്ലാം പറയുകയാണ്. അവളിങ്ങനെ ബെഡിൽ മൂത്രമൊഴിച്ച് വെക്കണതും അവളിങ്ങനെ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ബെഡ് ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കണതും പിന്നെ ആ ജനല വഴി ഇറങ്ങിയിട്ട് പുഴയ്ക്ക് പോകുന്നതും പുഴയിൽ നിന്ന് അവൾ സമ്പൂർണ്ണ ചേച്ചീനെ കണ്ടിട്ട് സമ്പൂർണ്ണ ഇങ്ങനെ കഴുകി കൊടുക്കുന്നതും ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുന്നതും അതൊക്കെ അവളിങ്ങനെ സൗദാമിനോട് എല്ലാം തുറന്നു പറയാണ്. ബോന്തിത്ത് സൗദാമിനിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടല്ലേ അനിരുദ്ധ്, അപ്പോൾ അനിരുദ്ധിനോടൊന്ന് പറയും, അല്ല പത്തിബാബുവിനോടൊന്ന് പറയും, എന്താ എന്നെ ഇനി മുതൽ പുഴയ്ക്ക് വിടാനൊന്ന് പറയണേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, അനിരുദ്ധ് ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കുന്നുള്ള ഒരു ദുഷ്ട മനസ്സോടെ അവളിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് അവളോട് പറയണം, എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ വേണമെങ്കിൽ അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അമ്മേനെ ആരും പറയണത് എനിക്കിഷ്ടമല്ല, എൻ്റെ മാമിയൊക്കെ നന്നായി ചീത്ത പറയും, അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ അമ്മേനെല്ലാവരൊക്കെ ചീത്ത പറയുക, അതൊന്നും എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബോന്തിത. അപ്പോൾ സൗദാമിനി പറയാണ്, നിൻ്റെ അമ്മേനെ നിനക്ക് എത്ര ഇഷ്ടമാണെന്നറിയാം, എനിക്കറിയാം, നിന്നെ ഞാൻ സഹായിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത ഇങ്ങനെ നല്ല സന്തോഷത്തിൽ പറയാണ്, നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, വിചാരിക്കണ പോലെ എൻ്റെ സ്വഭാവം അത്ര നല്ല സ്വഭാവം എന്നല്ല ബോന്തിത, നിന്നെ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അവിടെ നിന്ന് പോവാണ്. ബോന്തിത്ത് അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ചിരിച്ചിട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് 31ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.